അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്. പൂമാനമേ ഒരു രാഗമേഘം താ. എങ്ങനെയാണ് ഈ പാട്ടിലോട്ട് എത്തിച്ചേരുന്നത്? റീക്രിയേറ്റഡ് വേർഷൻ ചെയ്ത മിഥുൻ മുകുന്ദൻ, പുള്ളിയാണ് പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. എന്റെ റീൽസും പാട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. കണ്ടിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ചേട്ടൻ വിളിക്കുന്നതേ എനിക്ക് സർപ്രൈസ് ആണ്. നീ എപ്പോഴാ കൊച്ചിയിൽ വരുന്നത്, നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ചേട്ടൻ ഞാൻ എപ്പോ വേണേലും വരാം. ഞാനൊരു റഫ് ചെക്ക് ഒക്കെ നടത്തിയിരുന്നു. മിഥുൻ മാനുവൽ തോമസ്, മിഥുൻ മുകുന്ദൻ, ഇവരുടെ കോമ്പോയിൽ ഏത് പടമാണ് അടുത്ത വരുന്നത് നോക്കിയപ്പോഴത്തേക്ക് ഉറപ്പിച്ച് ഞാൻ വെയിറ്റിംഗ് ആണ്. പേരെഴുതി കാണിക്കുന്ന അതൊന്നുമല്ല, എന്റെ വോയിസ് തിയേറ്ററിൽ ഇത്ര ആൾക്കാരുടെ കൂട്ടിരുന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും. സോങ്ങിന് ശേഷം ഒരുപാട് പേര് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു കൺഗ്രാറ്റുലേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു വേർഡ്സും ഇല്ല, ഒരു ഇമോഷൻ മാത്രമായിരുന്നു. അതെന്റെ അമ്മയുടെയാണ്. എനിക്ക് അറിയത്തില്ല എപ്പോഴാ പേര് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ പേര് വന്നു. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നതിന്റെ കൂടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പുള്ളിയൊരു കാര്യം പറഞ്ഞു, സെലിബ്രിറ്റീസ് ആരെങ്കിലും ഇതുപോലെ അഭിപ്രായങ്ങൾ വല്ലതും പറഞ്ഞതായിട്ട് നിന്റെ അറിവിലുണ്ടോ? ഇല്ല ചേട്ടാ. മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിവുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞു? അതത്ര ചുളിവിൽ നീ കേക്കണ്ട, നീ തന്നെ കണ്ടുപിടിക്ക്. പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ ഒരു രാഗമേഘം താ. കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ എന്ന സോങ്ങിന്റെ റീക്രിയേഷനുമായി നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് യുവഗായകൻ നിതിൻ കെ ശിവ. ഹായ്, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എങ്ങനെയാണ് ഈ പാട്ടിലോട്ട് എത്തിച്ചേരുന്നത്? റീക്രിയേറ്റഡ് വേർഷൻ ചെയ്ത, അതായത് പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്ത നമ്മുടെ മിഥുൻ മുകുന്ദൻ, പുള്ളിയാണ് പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ഒറിജിനൽ വേർഷൻ ചെയ്തിരിക്കുന്ന ശ്യാം സാറാണ്. അപ്പോൾ മിഥുൻ ചേട്ടനുമായിട്ട് എനിക്കൊരു 1 വർഷത്തോളം ആയിട്ട് പരിചയമുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ റീൽസും പാട്ടും ഒക്കെ വരുമ്പോഴത്തേക്ക് ചേട്ടൻ ഇങ്ങനെ അയച്ചു കൊടുക്കും. കുറേ നാൾ മുമ്പ് മുതലേ ചേട്ടൻ ഇങ്ങനെ അത് കണ്ടിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വർക്ക് വരുമ്പം കൂടാം എന്നൊക്കെ പറഞ്ഞു. പിന്നീട് എനിക്ക് കോൾ വരുന്നത് ഒരു 2 മാസം മുമ്പെയാണ്. ഇതുപോലെ ഒരു പടം വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ പഴയ പാട്ട് പൂമാനമേ ആണ് നമ്മൾ ആ പാട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിന്റെ ഒരു വോയിസും കൂടെ കുറച്ച് വേറെ വോയിസ് കളക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കത് മിഥുൻ മാനുവൽ തോമസിന് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടൊന്ന് പാടിച്ചു. അപ്പൊ ആ പാട്ട് കിട്ടിയപ്പോ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഒരു ഹാപ്പിനെസ്? ശരിക്കും ചേട്ടൻ വിളിക്കുന്നതേ എനിക്ക് സർപ്രൈസ് ആണ്. ഞാൻ സരിഗമപ്പയുടെ ഗ്രൂമിങ്ങിൽ നിൽക്കുകയാണ്. അപ്പൊ എന്റെ കൂടെ ബാക്കി കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാരും ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും ആണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഒരു വൗ ഫീൽ ആയി. അപ്പോ ഞാൻ ഈ പാട്ട് ചുമ്മാതെ എനിക്ക് വേണേ വോക്കൽ പാടി അയക്കാം. അപ്പൊ എന്റെ കൂടെ നന്ദു ഉണ്ടായിരുന്നു, അവൻ അടിപൊളിയായിട്ട് ഗിറ്റാർ വായിക്കും. ഗിറ്റാറുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ജസ്റ്റ് അൺപ്ലഗ്ഡ് രീതിയിൽ ഈ പാട്ട് അവൻ ഗിറ്റാർ വായിച്ചു, ഞാൻ പാടി റെക്കോർഡ് ചെയ്തിട്ട് ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് ചേട്ടൻ പറഞ്ഞു ഇതുപോലെ ഓക്കെ നമുക്ക് നോക്കാം, നീ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഹോൾഡായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു നിന്റെ വോയിസ് ചേട്ടൻ ഇഷ്ടപ്പെട്ടു, മിഥുൻ മാനുവൽ തോമസ് ചേട്ടൻ ഇഷ്ടപ്പെട്ടു. അപ്പോഴും എനിക്കറിയില്ല പടം ഏതാണ് കാര്യങ്ങളൊന്നും. പിന്നീട് അതിനുശേഷം റെക്കോർഡിങ് എപ്പോൾ വരും എന്നൊന്നും അറിയില്ല. ഞാൻ ഇത് പ്രോഗ്രാമിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അറിയിക്കാം എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് അടുത്ത ഷെഡ്യൂളിൽ ഗ്രൂമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ മിഥുൻ ചേട്ടൻ്റെ കോൾ വരുന്നത്. എടാ പ്രോഗ്രാമിംഗ് എല്ലാം കഴിഞ്ഞു, നീ എപ്പോഴാ കൊച്ചിയിൽ വരുന്നത്, നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കിയിട്ട് ചേട്ടാ ഞാൻ എപ്പോൾ വേണേലും വരാം. അങ്ങനെ ചേട്ടനെ ആക്ച്വലി ഞങ്ങൾ ഇതുവരെയായിട്ട് മീറ്റ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഗ്രൂമിങ്ങിനിടയ്ക്ക് ഇവിടെ കൊച്ചിയിൽ മൈ സ്റ്റുഡിയോ ഉണ്ട്, അപ്പോൾ അവിടെ ചെന്നാൽ മതി, ഓഡിയോ എഞ്ചിനീയർ ഉണ്ടാവും, നീ വോക്കൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് ഫുൾ ഫ്രീഡം തന്നിട്ട് പാടി അയച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും അക്ഷയ് ചേട്ടനായിരുന്നു ഓഡിയോ ടേക്ക് ചെയ്ത് ഞങ്ങൾ രണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വോക്കൽ റെക്കോർഡ് ചെയ്തു, പുള്ളിക്ക് അയച്ചു കൊടുത്തു. അയച്ച് ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു, അതും ചെയ്തു കൊടുത്തപ്പോഴത്തേക്ക് പുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇതിനി എങ്ങനെയാണ് പിന്നെ പ്രോസസ് ആയിട്ട് തിയേറ്ററിലും ബാക്കി ഔട്ടൊക്കെ എങ്ങനെ വരും? വേറെ മൂവീസിൽ പാടിയിട്ടുണ്ടോ?
ഇല്ല, ഇല്ല, ഫസ്റ്റ് മൂവിയാണ്. ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഇത് തന്നെ. ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് പ്രത്യേകം ഉണ്ടായിരിക്കും. പിന്നെ ഉറപ്പായിട്ടും മറ്റു മൂവീസ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ ബജറ്റ് ലോ ആണ്, ഇത്രയധികം തിയേറ്റേഴ്സ് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. ഓസ്ലർ ആണെന്ന് അറിഞ്ഞപ്പോഴേ ഞാനൊരു റഫ് ചെക്ക് ഒക്കെ നടത്തിയിരുന്നു. മിഥുൻ മാനുവൽ തോമസ്, മിഥുൻ മുകുന്ദൻ ഇവരുടെ കോമ്പിൽ ഏത് പടമാണ് അടുത്ത വരുന്നത് എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഓസ്ലർ ഉറപ്പിച്ച് പീക്കിലോട്ട് എത്തിക്കാണു. പിന്നെ ഞാൻ വെയിറ്റിംഗ് ആണ്. ഈ പേരെഴുതി കാണിക്കുന്ന അതൊന്നുമല്ല, എന്റെ വോയിസ് സ്ക്രീനിൽ തിയേറ്ററിൽ ഇത്ര ആൾക്കാരുടെ കൂട്ടിരുന്ന് കാണുന്നത് എങ്ങനെയായിരിക്കും, അതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ഇത്ര ആൾക്കാരുടെ കൂടെ സ്വന്തം പാട്ട് ആ ഒരു ഫീലിൽ ഇരിക്കുമ്പോൾ ഒരു മൊമെന്റ്. ഞാൻ ശരിക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് വെയിറ്റ് ചെയ്ത ഒരാളാണ്. പക്ഷെ ഞാൻ 5 ദിവസത്തിന് ശേഷമാണ് പടം കണ്ടത്. എനിക്ക് ഗ്രൂമിങ് ഉണ്ടായിരുന്നു. ഫൈനലായതുകൊണ്ട് നമുക്ക് ഞാൻ അത്ര റിസ്ക് എടുക്കണ്ടെന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനൽ കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഞാൻ പടം കാണുന്നത്. അച്ഛനും അമ്മയും എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. എനിക്ക് അവരുടെ കൂടെ കാണണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് അവിടെ അടുത്തൊരു തിയേറ്റർ ഉണ്ട്, അവിടെ പോയി അവരുടെ കൂട്ടിരുന്ന് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷം, അതായിരുന്നു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. കാരണം ഇത്രയും കാലം ഇത് കുറെ ഡ്രീംസിൽ ഒന്ന് മാത്രമാണ്. അപ്പൊ ആ ഒരു ഡ്രീമെങ്കിലും അൺലോക്ക് ആയപ്പോഴത്തേക്കൊരു സന്തോഷം. എല്ലാ ഡ്രീംസും പെട്ടെന്ന് നടക്കട്ടെ. ഓക്കെ, സരിഗമ പാലൂടെയാണ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്, മ്യൂസിക് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അപ്പം കരിയർ ഗ്രോത്തിന് എത്രത്തോളം അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ ഈ സോങ്ങിലേക്ക് എത്താനായിട്ട് അതിലെന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി സരിഗമപ്പയിൽ കൂടെ അല്ല മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ഇതിനു മുന്നേ ഞാൻ ഷോസ് ചെയ്യുന്നുണ്ട്, വേറെ റെക്കോർഡിങ്സിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നുണ്ട്. ആക്ച്വലി 2018 മുതൽ ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ ആക്റ്റീവ് ആണ്. പല മ്യൂസിക് ഡയറക്ടേഴ്സിനും വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്, കോറസും അങ്ങനെയൊക്കെ ആയിട്ട്. ഞാൻ ആദ്യമായിട്ട് കോറസ് പാടാൻ പോകുന്നത്, കോറസ് അല്ല, ഒരു ഇലക്ഷന്റെ സോങ് പാടാൻ പോകുന്നത് നമ്മുടെ ഫോ മ്യൂസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒപ്പമൊക്കെ ചെയ്ത ടീംസ്. അപ്പോൾ ജിം ചേട്ടനൊക്കെയാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ടൊരു, അപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ഫ്രം ദ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളൊരു സംഭവത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ്. അതിനുശേഷം പിന്നീട് എബി സാമുവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ഷി അമ്മിണിപ്പിള്ളയൊക്കെ ചെയ്ത ഉയ്യാരം പയ്യാരം ആ പാട്ടൊക്കെ ചെയ്ത ചേട്ടൻ്റെ ഒരു പടത്തിൽ കോറസ് പാടി. അപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഫിലിമിലേക്കുള്ളൊരു കടന്നുകയറ്റം. പിന്നെ സരിഗമപ്പയിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 8-10 ഓഡീഷൻസ് വേറെ റിയാലിറ്റി ഷോസിൻ്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ സരിഗമപ്പ ഫസ്റ്റ് സീസണിൻ്റെ ഞാൻ വന്ന് ഒരു 3rd റൗണ്ട് വരെ പോയി, പിന്നീട് വിളി വരാതിരുന്ന ആളാണ്. അപ്പോൾ ഇതിൽ കിട്ടിയപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, ഇത്ര നാൾ എവിടെയായിരുന്നു, എന്താ കിട്ടാൻ, എന്താ അറ്റൻഡ് ചെയ്തില്ല? സുജാത മാം ഒക്കെ അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പ്രതീക്ഷയായി, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ സരിഗമപ്പ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആസ് എ സിംഗർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ സോങ്ങിന് ശേഷം ഒരുപാട് പേര് കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ മറക്കാൻ പറ്റാത്ത ആരുടെയെങ്കിലും വേർഡ്സ് ഉണ്ടോ? ഒരു കൺഗ്രാറ്റുലേഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു വേർഡ്സും ഇല്ല, ഒരു ഇമോഷൻ മാത്രമായിരുന്നു. അതെന്റെ അമ്മയുടെയാണ്. എന്റെ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. എന്റെ പേര് ഞങ്ങളിങ്ങനെ, എനിക്ക് അറിയത്തില്ല എപ്പോഴാ പേര് വരുന്നത്. അനിയൻ നേരത്തെ പടം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെപ്പോൾ വരും എന്ന് അറിയത്തില്ല. വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ 3ാമത്തെ പേര് വന്നു. ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ വന്നു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൺഗ്രാറ്റുലേഷൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് എനിക്കൊരു കുട്ടി, ആ പേരെനിക്ക് ഓർമ്മയില്ല, അവൾ വിളിച്ചിട്ടല്ല മെസ്സേജ് അയച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ഇത് തിയേറ്ററിൽ റീപ്രൈസ്ഡ് ആയിട്ട് കേട്ടപ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മയുടെ പാട്ടായതുകൊണ്ട് തന്നെ എനിക്കും ഈ പാട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ചേട്ടന് ഒരുപാട് താങ്ക്സ് പറയുന്നു, വളരെ നന്നായിട്ട് പാടി, ഇനിയും ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതെനിക്ക് അത്രയും ലെങ്ത്തിലൊക്കെ മെസ്സേജ് അയക്കാന്ന് പറയുന്നത്, ബാക്കിയുള്ളൊരു അടിപൊളി എന്നൊക്കെ പറയുമ്പോഴും ഇത്രയും കഷ്ടപ്പെട്ട് അയക്കുന്നില്ല നമുക്ക് സമയം കണ്ടെത്തിയിട്ട്, അത് വളരെ ഒരു മൊമെന്റ് ആയിട്ട് തോന്നി. പുതിയ പ്രോജക്ട്സ് ഒക്കെ ഏതാ ഇനി വരാനുള്ളത്? ഓഫ് കോഴ്സ് ഷാനിക്ക ഓഫർ ചെയ്ത ആ ഒരു പടം വരാനുണ്ട്, കാലിക്കട്ട് വെച്ചിട്ട്. സോ അതിന് വെയിറ്റിംഗ് ആണ്. അതിന് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. അത് കാരണം എന്ന് വെച്ചാൽ വൺ ആൻഡ് ഓൺലി ഷാനിക്ക. പുള്ളിയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസിന് ഞാൻ വെരി മച്ച് വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു പടം പാടിക്കഴിഞ്ഞു, എക്സിറ്റ് എന്നാണ് അതിന്റെ പേര്. നമ്മുടെ വിശാഖേട്ടനൊക്കെയാണ് അതിൽ ലീഡ് ചെയ്തിരിക്കുന്നത്, ആക്ടിങ്. വിശാഖ് മീൻസ് നമ്മുടെ ആനന്ദത്തിലെ കുപ്പി. അപ്പോൾ
ആ പടം ഒരു പ്രത്യേകതരം ജോണറാണ്. പടത്തിൽ പാട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയില്ല, ബട്ട് എന്നെ ടേക്ക് ചെയ്തത് ഒരു പ്രൊമോഷണൽ സോങ് എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ധനുഷ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ്. അത് വരാനുണ്ട്. പിന്നെ അന്ത്യകുംഭസാരം എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി, അതിൽ ഞാൻ ഒരു പാട്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അത് ആ പാട്ട് മധുചേട്ടനെ കൊണ്ടാണ് പാടിച്ചിരിക്കുന്നത്, മധു ബാലകൃഷ്ണൻ. എന്റെ ജഡ്ജിനെ ഞാൻ എടുത്തു. ഞാനും പുള്ളിയുടെ ഒരു സോങ് ചെയ്തിട്ടുണ്ട്. ആണോ? അപ്പോ ആ പടത്തിൽ വേറൊരു ചേട്ടനാണ് മെയിൻ മ്യൂസിക് ചെയ്യുന്നത്, ആനന്ദ് നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട്. പുള്ളി അതിന്റെ സ്കോറും എല്ലാം പുള്ളി തന്നെ. അപ്പോൾ അതിലൊരു പാട്ട് നമുക്ക് ചെയ്യാൻ കിട്ടിയതിലൊരു സന്തോഷം. അതും ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്തേക്ക് തിയേറ്ററിൽ റിലീസാവും. അപ്പൊ ഞങ്ങളും അതിന് വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ഇപ്പൊ റീസെന്റ് മ്യൂസിക് മോജോയില് ചെയ്തിട്ടുണ്ടായില്ലേ? ഉണ്ടായി. ഏതായിരുന്നു സോങ്? കാറ്റ് എന്ന് പറഞ്ഞ പാട്ടാണ് ഫസ്റ്റ് റിലീസ് ആയിട്ടുള്ളത്. ഇനിയും ഉണ്ട് ഒരു 3 പാട്ട് വരാൻ. കാറ്റിന് നല്ല അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. കാറ്റ് ആക്ച്വലി മ്യൂസിക് മോജോയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഒറ്റപ്പാലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇമ്പം എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മുടെ ഓൺ കോമ്പോസിഷൻ സോങ്സ് അധികം സ്റ്റേജുകളിൽ പെർഫോം ചെയ്യുമ്പം ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് അവരധികം ഇതിൽ ഇൻവോൾവ് ആവില്ല. പക്ഷേ ഇമ്പം പോലൊരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവൽ നടന്നപ്പോൾ ഈ പാട്ട് ശരിക്കും ആൾക്കാർ ശരിക്കും ഇത് ഏറ്റെടുത്തു. അവിടുന്ന് കിട്ടിയ ഒരു കയ്യടിയും ബഹളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബൂസ്റ്റിംഗ് ആയിരുന്നു. അതിനുശേഷം പല കോളേജസിലും ആ സ്ഥലത്തൊക്കെ ഒറ്റപ്പാലത്ത് ഞാൻ 2-3 കോളേജസിൽ ഇതുപോലെ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, ഇനാഗുറേഷനൊക്കെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരെൻ്റെ അടുത്ത് ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷമാണ് മ്യൂസിക് മോജോയിൽ ഈ പാട്ട് റിലീസ് ആവുന്നത്. എല്ലാരും അതിനു വേണ്ടിട്ട് വെയിറ്റിംഗ് ആയിരുന്നു, എപ്പോ വരും എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പൊ ബിഹൈൻഡ് വുഡ്സ് ആയിട്ട് ഒരു ബന്ധമുണ്ടല്ലോ. അതെ, ആ ബന്ധത്തിനെ കുറിച്ച്. അത് തുടക്കം മാംഗല്യം എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ അതിന്റെ ഡയറക്ടർ രജനി കൃഷ്ണ വിളിച്ചതാണ്. ഞാൻ ആ പാട്ട് കണ്ടിരുന്നു, അടിപൊളിയാണ്. ഒരു നല്ലൊരു ഫീൽ ഉള്ള ഒരു പാട്ടാണ്. പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഇതിന്റെ കാസ്റ്റ് മാമുക്കോയ സാർ ഒക്കെ ഉണ്ടാവും, പിന്നെ 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞു. ധ്യാൻ ചേട്ടൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വെബ് സീരീസ് എന്നുള്ള ആ ഒരു ഇത് മാറിയിട്ട് എനിക്ക് പിന്നെ എന്ത് വർക്ക് ചെയ്താലും അതിപ്പോൾ ഷോർട്ട് ഫിലിം ആണെങ്കിലും ഒരു വിഷൻ വരുന്ന ഒരു, അതായത് വിഷ്വല് വരുന്നൊരു സംഭവം ആണെന്നുണ്ടെങ്കിൽ എനിക്കത് പടമാണ്. എനിക്ക് അത് എന്തായാലും പടമാണ്, സിനിമ. അപ്പോൾ പിന്നെ ഇത് ധ്യാൻ ചേട്ടനും കൂടെ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ഇത് സിനിമ. ഞാൻ ആദ്യമായിട്ട് വലിയ പരിപാടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. ആ വർക്കിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ അതിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 10-15ഓളം ട്യൂൺ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനും ലിറിക് എഴുതിയ സിദ്ദിഖേട്ടനും പുള്ളിയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ട് ഇങ്ങനെ വരി എഴുതുന്നു, ട്യൂൺ മാറ്റുന്നു, അപ്പോൾ അവിടെ അയച്ചു കൊടുക്കുന്നു, വേറെ 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 അങ്ങനെ ഒരു 15ാമത്തെ ട്യൂണും കണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഓക്കെ ആയത്. എന്തായാലും അത്രയും ചെയ്യിച്ചത് നന്നായി, നമുക്ക് അത്രയും ബെറ്റർ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അതെ, നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? നെഞ്ചിനുള്ളിൽ മുള്ളു കൊണ്ടപ്പോൾ കള്ളനോട്ടമാലെ കണ്ണെറിഞ്ഞവൾ, ഏറെ നാളായി ഞാൻ കൊതിച്ചപ്പോൾ പെണ്ണൊരുത്തി മുന്നിൽ പുഞ്ചിരിച്ചുപോയി. നാട് നീളെ തേടി പെണ്ണിനായി നാട്ടുകാരും മോഹിച്ചൻ കെട്ടിനായി. പ്രേമമഞ്ഞാലെ നീ എൻ്റെ നെയ് മൂടവേ, പൂത്തുലഞ്ഞ കാട്ടു തെച്ചി ഞാൻ. നെഞ്ചിനുള്ളിൽ മുള്ളു കൊണ്ടപ്പോൾ കള്ളനോട്ടമാലെ കണ്ണിറിഞ്ഞവൾ, ഏറെ നാളായി ഞാൻ കൊതിച്ചപ്പോൾ പെണ്ണൊരുത്തി മുന്നിൽ പുഞ്ചിരിച്ചു പോ. ഈ പാട്ടിന് ആരെങ്കിലും മറക്കാൻ പറ്റാത്ത അപ്രീസിയേഷൻസ് എന്തെങ്കിലും തന്നിരുന്നോ? ഉറപ്പായിട്ടും ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജസിൽ കൂടാണ് കൂടുതലും അഭിപ്രായങ്ങൾ വരുന്നത്. പിന്നെ ഇതിന്റെ പോസ്റ്റർ ഫസ്റ്റ് റിലീസ് ആയപ്പോൾ മുതലേ പടമാണോ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തോ എന്നുള്ളൊരു
സംഭവത്തിന് ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു. ഇത് ഇറങ്ങി കഴിഞ്ഞ് പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളിയായിരുന്നു. അതിൻ്റെ ആ ഒരു ഫീൽ എല്ലാം കിട്ടി. നീ ഇങ്ങനത്തെ ഒരു ജോണറൊക്കെ നീ ചെയ്യും എന്നുള്ളത് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ച് വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പൂമാനമേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ അപ്രീസിയേഷൻ ഫ്രം സെലിബ്രിറ്റി സൈഡ് ആരെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി എൻ്റെ വോയിസ് ഞാൻ കൊടുത്തിരിക്കുന്ന ജോസഫ്, അതായത് പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ ആക്ച്വലി അവനീർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അവരാണ്. അപ്പോൾ മുന്നേ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകൾക്ക് പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ജോസഫായിട്ട് അങ്ങനെ മുന്നേ പരിചയമുണ്ട്. അപ്പോൾ ഈ പടത്തിന്റെ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ജോസഫ് എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ തിരിച്ച് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ജോസഫ് ഇതുപോലെ പറഞ്ഞു. ജോസഫ് മാത്രമല്ല, ആ ഒരു ഫ്ലാഷ് ബാക്കിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഒന്ന് പരിചയപ്പെടാമെന്ന് കരുതിയിട്ട് എല്ലാവർക്കും മെസ്സേജ് അയച്ചപ്പം എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഞങ്ങൾ കുറച്ച് മുന്നേ കൂടെ ഞങ്ങൾ കൂടിയായിരുന്നു, പിന്നെ തിയേറ്ററിൽ പോയി. അപ്പോൾ കൂടെ മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഈ പാട്ടിന്റെ കാര്യം. പാട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണെങ്കിലും ആ പാട്ട് തന്ന ഫീല് വേറെയാണ്. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെ മൂവി കണ്ടിരുന്നു, വേറെ ലെവലാണ്. ഭയങ്കര ഒരു ഫീലാ. എനിക്ക് ആക്ച്വലി ആദ്യം പടം കണ്ടപ്പം എന്റെ വോയിസ് എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയില്ല. പടമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയതുപോലെ എനിക്കൊരു ഫീൽ കിട്ടിയ. രണ്ടാമത് ഞാൻ വീണ്ടും പോയി കണ്ടപ്പോഴാണ് ഓക്കെ ഇപ്പൊ കിട്ടി ആ സമയം കിട്ടിയത്. പിന്നെ മിഥുൻ ചേട്ടനൊക്കെ പാട്ടിനെ പറ്റി പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മിഥുൻ മുകുന്ദൻ ചേട്ടന് ഒരുപാട് റിപ്ലൈസ് വരുന്നുണ്ടായിരുന്നു. എന്തോ പുതിയ പാട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര റിഫ്രഷിങ് ഫീൽ ഉണ്ടായിരുന്നു. പഴയതിനെ അപേക്ഷിച്ച് ഇന്നത്തെ ഒരു ക്വാളിറ്റിയിലല്ലേ ഈ പാട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സാറ്റിസ്ഫാക്ഷനും എല്ലാം ടീം മൊത്തത്തിലുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആക്ച്വലി പുള്ളിക്ക് അത്യാവശ്യം ഈവെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കൂട്ടത്തിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു. സെലിബ്രിറ്റീസ് ആരെങ്കിലും ഇതുപോലെ അഭിപ്രായങ്ങൾ വല്ലതും പറഞ്ഞതായിട്ട് നിന്റെ അറിവിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, എന്ത് പറ്റി? അത് പറഞ്ഞു മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിവുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു അതത്ര ചുളിവിന് നീ കേക്കണ്ട, നീ തന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്ക്. എന്നിട്ട് കണ്ടുപിടിച്ചോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ മിഥുൻ ചേട്ടൻ്റെ അടുത്തൊക്കെ ഞാൻ കുറച്ച് എനിക്ക് ഒരുപാട് അങ്ങനെ കയറി സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടാ വല്ലതും പറഞ്ഞെന്നൊക്കെ കയറി പെട്ടെന്ന് ചോദിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഞാനങ്ങനെ അതിന്റെ പുറകിൽ ഒരുപാട് പോയില്ല. പിന്നെ മിഥുൻ ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് നോർമലായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ വിശേഷങ്ങൾ പറയും. അപ്പൊ അങ്ങനെ എടുത്തൊന്നും പറഞ്ഞില്ല. മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. അതൊരു ഹാപ്പിനെസ് തന്നെയാണ്. പിന്നെ അല്ലാതെ മമ്മൂക്കയുടെ ഫ്ലാഷ് ബാക്കിലാണല്ലോ മമ്മൂക്ക ഡയലോഗ് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലേക്ക് പോകുന്നത്. മമ്മൂട്ടിയുടെ ലവ് സ്റ്റോറി, ആ ഒരു കണക്ഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ എനിക്ക് അത്രയും വലിയൊരു ബൂസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് മമ്മൂക്ക എപ്പോഴും ഒരാള് ഡയലോഗിന്റെ പുറകിൽ എന്റെ പാട്ട് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ലിറിക്കൽ വീഡിയോയിൽ പോലും ആ വോയിസ് ഓവർ അങ്ങനെ ഉണ്ട്. പോസ്റ്റർ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ട്രെൻഡിങ് വണ്ണാണ് ഇപ്പോൾ. അതെ, നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു സൗണ്ടാണ് നിതിന്റെ. അപ്പം പുതിയ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഹൈറ്റ്സിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതിഥി വന്നാൽ പിന്നെ എല്ലാം സ്പെഷ്യലാണ്. തിരഞ്ഞെടുക്കൂ അതിഥി മാർവൽ കേക്കുകളും റസ്കുകളും. DG ഫ്രഷ് മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG യുവർ 1 കപ്പ് മാജിക്.